ഓക്കെ എങ്ങനെ പോയി അങ്ങനെ പരിപാടി എങ്ങനെ പരിപാടിയൊന്നും ഉണ്ടായില്ലല്ലോ. അതായാലും ഒരു എക്സ്പീരിയൻസ് ആയി. ഓക്കെ ഇവിടുത്തെ ഇപ്പോൾ ഡാമിൻ്റെ നല്ല വ്യൂ ആണ് കേട്ടോ. സൈഡിൽ സൈഡ് വ്യൂ നന്നായിട്ട് കാണാം, സൈഡിൽ നിന്നുള്ള വ്യൂ. ഹലോ ഫ്രണ്ട്സ്, നമ്മളിപ്പോഴത്തെ മലമ്പുഴ റോപ്പ് വേയിലാണ് കേട്ടോ. റോപ്പ് വേയിലേക്ക് കയറുന്ന പരിപാടിയിലാണ്. ഒരാൾക്ക് 75 രൂപയുള്ളൂ ടിക്കറ്റ് ചാർജ്. വളരെ ചിലവ് കുറഞ്ഞ ഒരു പരിപാടിയാണ് കേട്ടോ. സാധാരണയൊക്കെ വലിയ ഗംഭീര പൈസ എന്നാണ് 71 രൂപ ഒരാൾക്ക്. നമ്മൾ കയറാനുള്ള പരിപാടിയാണ്. ഓക്കെ നിർദ്ദേശങ്ങളൊക്കെ പറഞ്ഞു കേട്ടോ. റോപ്പുകളുടെ ടിക്കറ്റ് ചാർജ് ഇവിടെ ഇപ്പോൾ പരിശോധിച്ചിട്ടുണ്ട്. 71 രൂപയാണ് ടിക്കറ്റ്. അതിന് ഗ്രൂപ്പായിട്ടൊക്കെ വരുമ്പോൾ എന്തൊക്കെയോ കുറവുകളൊക്കെ ഉണ്ട്. എന്നാലും ഒരാൾക്ക് 71 രൂപ ടിക്കറ്റ് പ്രകാരം കയറാനില്ല. ഇതിപ്പോൾ ഇവിടെ ക്യൂ ആണ് കേട്ടോ. ടിക്കറ്റ് കൗണ്ടർ അവിടെ, അതിൽ നമ്മൾ ക്യൂവിൽ നിൽക്കുകയാണ്. എവിടെയും ടിക്കറ്റ് റേറ്റൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ഉള്ളിലേക്ക് പോകണ മതി. ടിക്കറ്റ് കൗണ്ടർ ഇവിടെ. ഇപ്പോൾ ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞിട്ടോ. ഇപ്പോൾ അതിൻ്റെ അടുത്തേക്ക് പോവാണ്. റോപ്പുകളുടെ നിർദ്ദേശങ്ങളൊക്കെ ഇവിടെ വീണ്ടും കൊടുത്തിരിക്കണം. കയറുന്ന വിധം, ഇറങ്ങുന്ന വിധം. നമ്മളിപ്പോൾ മുകളിലെത്തിപ്പോൾ ടോയ്ലറ്റ് കണ്ടിട്ടോ. അത്യാവശ്യത്തിന് ടോയ്ലറ്റ് സൗകര്യം ഉപയോഗിക്കാം. ജെൻസ്, ലേഡീസ് ഇതെന്താ തുടക്കത്തിൽ ഒരു ചാട്ടൊക്കെ ഉണ്ടല്ലേ? അത്രയേ ഉള്ളൂ. അപ്പോൾ അതെ നമ്മൾ റോപ്പിനെ കൂടി പോകാൻ കേട്ടോ. കയറുമ്പോഴേ ചെറിയൊരു അങ്കലാപ്പ് ഉണ്ടാവും. അത് കഴിഞ്ഞാൽ പിന്നെ കൂളാണ്. ആ ലെഫ്റ്റ് സൈഡിൽ കാണണം മലമ്പുഴ ഡാം. ഇവിടെ ഇപ്പം മലമ്പുഴ ഗാർഡൻ. കുറേ ചെയറുകൾ കാലിയായിട്ട് വരുന്നുണ്ട് കേട്ടോ. ചട്ടുപൊട്ടുന്നാണ് കയറ്റം ഇറക്കൊക്കെ. ഇതെല്ലാം കാര്യമാണ്. അവിടെ കയറ്റി വിടാത്തതിൻ്റെ കുഴപ്പമായിരുന്നു. അല്ല, ആളുകളില്ല, കുറവാണ്. അവിടെ ചുമ്മാ അവിടെ പിടിച്ചാൽ നോക്കിയിരിക്കുകയാണ്. അത് ഈ തിരക്കില്ലാണ്ട് കയറ്റി വിടണ്ടോ. ഇപ്പം കസേര ഇരിയാണെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അത് സുരക്ഷിതമായിട്ട് കയറ്റി വിടണമല്ലോ. എന്നുവെച്ചാൽ തൊട്ടടുത്ത കസേരകളിൽ ഈ അപ്പം ആളുകൾ കറക്റ്റ് വന്നാലാണ് അവർക്ക് ഇരുത്താൻ പറ്റും. അത് പറ്റിയില്ലെങ്കിൽ ഇങ്ങനെ ഗ്യാപ്പിട്ട് വിടേണ്ടി വരും. തൊട്ടിയാട്ടത്തിൻ്റെ കൂട്ട് ഇതിന് വലിയ കുഴപ്പമൊന്നുമില്ല. കാരണം സ്ട്രൈറ്റ് പോകുമല്ലോ. അത് കുട്ടി ഒച്ചയൊക്കെ ഉണ്ടാക്കണ്ട്, പേടിയുണ്ട് കുട്ടിക്ക്. അമ്മ കരയാണോ ചിരിക്കാണെന്ന് മനസ്സിലായില്ല കേട്ടോ. അതിന് മുകളിൽ സ്പീക്കറൊക്കെ ഉണ്ട് കേട്ടോ. മൈക്ക് വെച്ചിട്ടുണ്ട്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചു പറയാം. ഓക്കെ. തൂണിൻ്റെ അവിടെ എത്തുമ്പം ഒരു കുലുക്കുണ്ട് കേട്ടോ. ഇപ്പം ഇത് നിറയെ കസേരകളിൽ ഒഴിവുണ്ട് കേട്ടോ. ഉണ്ടോ? ഒഴിവില്ലാതെ ഒഴിവില്ലാണ്ട് ഒഴിവുണ്ട്. നല്ല കസേര ഇല്ല. നമ്മുടെ ആൾക്കാർ എവിടെ ഉണ്ട്? നേരെ പുറകിലുണ്ട് രണ്ടുപേര്. അവരുണ്ടോ? നേരെ പുറകിലവരാ. അജയ് എന്താ നിർത്തിയത്? അവിടെ എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ പവർ സപ്ലൈ ചിലപ്പം ചിലർ കയറാൻ വരുമ്പോൾ തട്ട് വന്നിട്ടുമൊക്കെ ചെയ്യുവാണെങ്കിൽ. ആണോ? നിർത്തോ?
ആ ശരി ശരി. പറയുന്നില്ല, പെട്ടെന്ന് പെട്ടെന്ന് ഇരിക്കുകയില്ല. എമർജൻസി ഓഫ് ചെയ്യും. അങ്ങനെയല്ലേ. കാണുമ്പോൾ നമുക്ക് ആദ്യം പേടി തോന്നും, പക്ഷെ ഒന്നുമില്ല, പേടിക്കാൻ മാത്രമൊന്നുമില്ല. ഇപ്പം നിറയെ അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാ കസേരയും എല്ലാ സീറ്റും ഫില്ല. ഇതായിരിക്കും ഈ കമ്പിയാണ്, റോപ്പാണ് സഞ്ചരിക്കുന്നത്. കസേര അവിടെ നിൽക്കുക, അതായത് ബന്ധിച്ചിട്ടിരിക്കുക. റോപ്പാ ഓടിക്കൊണ്ടിരിക്കുന്നത്. അയ്യോ, 2 കുഞ്ഞു കുട്ടികൾ വീണ്ടും കറക്റ്റ് ഗാർഡൻ്റെ നടുക്കെത്തി നമ്മൾ അവിടെ നിന്ന് ഡാമിൻ്റെ കെട്ട് നന്നായിട്ട് ഇവിടെ കാണാം. അവിടെ കുഞ്ഞുകുട്ടികളവിടെ സമ്മതിക്കണം കേട്ടോ. കുഞ്ഞു കുട്ടികളൊക്കെ ധൈര്യമായിട്ട് തന്നെ പോലെ വയ്ക്കുക. അതാ ഒരു അച്ഛൻ്റെ മടിയിൽ ചെറിയ കുട്ടി അവളാ. അച്ഛൻ തീരെ കുഞ്ഞു കുട്ടികൾക്ക് പേടി വരിക, അവര് കുട്ടികളാടി ഉറങ്ങുന്നതല്ല. ഇച്ചിരി അറിവായവർക്കാ പേടി. അതെ, അത് കൊള്ളാമല്ലോ. ഇതിന്റെ തല ഈ ഇത് തട്ടി കളയുന്നു. അതെ അതെ അതെ. അതപ്പോൾ നമ്മുടെ കനാലിൻ്റെ സമീപം എത്തിയിട്ടാണ്. ഇറിഗേഷൻ കനാലാണ്. ഇപ്പോൾ നമ്മൾ ഗാർഡൻ്റെ ലിമിറ്റ് വിട്ട് പുറത്തേക്ക് കടന്നിരിക്കാം കേട്ടോ. ഇനിയിപ്പോൾ അടുത്ത റോഡും കടന്ന് ഇതിൻ്റെ എൻഡ് പോയിന്റിലെത്തും. എൻഡ് പോയിന്റിലെത്തി കഴിഞ്ഞാൽ തിരിച്ചു വരും. ഇതിപ്പോൾ ഇറിഗേഷൻ്റെ കനാലിൻ്റെ ഭാഗങ്ങളിലൂടെ കാണാം കേട്ടോ. ഇറിഗേഷൻ കനാൽ. ഇതിപ്പോൾ ചക്രം ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന നമുക്ക് കാണാം. ശരിക്കും നമ്മുടെ റോപ്പാണ് ഇപ്പോൾ സഞ്ചരിക്കുന്നത്. റോപ്പിനെ സഞ്ചരിക്കാൻ ചക്രങ്ങൾ സഹായിക്കുകയാണ്. കസേര അവിടെ സ്റ്റഡി ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ, നമ്മളിരിക്കുന്ന കസേര. നമ്മൾ മൊത്തത്തിൽ ഇതിൻ്റെ പുറത്തേക്ക് കടന്നിരിക്കുകയാണ് കേട്ടോ. കോമ്പൗണ്ടൊക്കെ പുറത്തേക്ക് കടന്നിട്ട് ഇതിപ്പോൾ ഇതിൻ്റെ എൻഡ് പോയിന്റ് അവിടെ ഒരു ബിൽഡിംഗ് ഉണ്ടല്ലോ, അവിടെ നമ്മൾ തിരിച്ചു വരും. അവിടെ ടവറിൻ്റെ അടുത്ത് എത്തുമ്പോൾ ചെറുതായിട്ട് കുലുങ്ങും കേട്ടോ. ബാക്കി അവിടെയും ഒരു കുലുക്കോ കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ കൂളായിട്ട് നീങ്ങുകയാണ്. നമ്മളതിൻ്റെ എൻഡ് പോയിന്റിലേക്ക് അടുത്തുകൊണ്ടിരിക്കണം. ഇപ്പോൾ ഇവിടെ നമ്മൾ നേരെ തിരിച്ചു പോകും കേട്ടോ. ഞങ്ങളൊന്ന് ടൈം ഒന്ന് നോക്കിയാൽ ടൈം നോക്കണം. മൊബൈൽ ടൈം നോക്കിയാൽ 4 അവിടെ എത്തിക്കഴിഞ്ഞാൽ എത്ര മിനിറ്റ് എടുക്കും നോക്കാം. ഇവർ പറഞ്ഞതേ 20 മിനിറ്റ് കൊണ്ട് സഞ്ചരിച്ച് വരാമെന്നൊക്കെ പറഞ്ഞത്. 20 മിനിറ്റ് ആണോ നോക്കട്ടെ. ഒരാൾ ഒറ്റയ്ക്ക് എൻഡ് പോയിന്റ് എത്തിയിട്ടോ. ഒരു വലിയ തിരിച്ചായിരിക്കും അവിടെ വലിയൊരു വീല്. എന്താ നിന്നല്ലോ, വീണ്ടും പോയി. ഒരാളെന്തോ ജോലിയുണ്ട്. ഒരു തിരിക്കല തിരിഞ്ഞിട്ട് ഇവിടെ എത്രയും 23 മിനിറ്റായി. ഇവിടെ
ഇവിടുത്തെ അങ്ങോട്ട് പോകുമ്പോൾ നല്ല വ്യൂ കിട്ടും, മലയുടെ വ്യൂ കാണാം. ഇപ്പം എത്ര സമയത്ത്? 23 അല്ലേ? ഞാൻ അങ്ങോട്ട് എത്തുമ്പോൾ എത്ര മിനിറ്റ് എടുക്കും നോക്കാം. എന്താ പറയുക, ആടി കളിക്കണ്ടല്ലോ. ആ, എമർജൻസി ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട്. അവിടെ റോഡാണ്, അവിടെ വണ്ടി കൂടുണ്ട്. താഴെ കനാല്. ഇവിടെ നോക്കുമ്പോൾ എല്ലാ സീറ്റും ഇങ്ങനെ വരുന്നതാണ് കേട്ടോ, ഒന്നിച്ച് അടിപൊളി നല്ലൊരു കാഴ്ച കേട്ടോ. എല്ലാ സീറ്റും നേരത്തെ ഇങ്ങനെ വരലും പോക്കൊക്കെ ഒറ്റ ഇതിൽ കാണാം. നല്ലൊരു വ്യൂ ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇറിഗേഷൻ്റെ കനാലിലൂടെ വേറെ ഷോപ്പും കാര്യങ്ങളും വീണ്ടും വന്നുകൊണ്ടിരിക്കണം. ഇവിടുത്തെ ഇപ്പോൾ ഡാമിൻ്റെ നല്ല വ്യൂ ആണ് കേട്ടോ. സൈഡ് വ്യൂ നന്നായിട്ട് കാണാം, സൈഡിൽ നിന്നുള്ള വ്യൂ. കനാല് വീണ്ടും നിർത്തിയിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ ആൾക്കാർ നേരെ പിന്നിലുണ്ട്. നേരെ പിന്നിൽ അവരുണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും തകരാറ് സംഭവിച്ചാൽ നിർത്തിയാ പോണത്. ആ കയറുന്നതിൻ്റെ തടസ്സമാവില്ല. ആൾക്കാർ കയറാൻ എന്തെങ്കിലും വൈകിയ അവർ നിർത്തിയിട്ട് വിടണാവും. ഓക്കെ നമ്മൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്താ നിർത്തിച്ചിട്ട് പെണ്ണുങ്ങളൊക്കെ കയറാൻ പാടുള്ളൂ. അപ്പം നിർത്തി അവർ അപ്പോൾ നമ്മളെ തുടങ്ങിയ പോയിന്റിലേക്ക് എത്താറായിട്ടോ. ഇനി ഒരു 50 മീറ്റർ കൊണ്ട് കൂടിയിട്ടൊക്കെ അത് ഇവിടെ നമ്മൾ അങ്ങോട്ട് ചെല്ലുമ്പോണ്ടോ ആ റോപ്പ് തീരുന്ന ഭാഗത്ത് ഇറങ്ങിച്ച് നമ്മൾ മുന്നോട്ട് നടക്കണം. അല്ലെ ഈ ബക്കറ്റ് വന്ന് നമ്മളെ അടിക്കാൻ ബക്കറ്റ് തിരിഞ്ഞ് ഇങ്ങോട്ട് പോകും. രണ്ട് കുട്ടികൾ ഇതിലെ ചേച്ചി ഒറ്റക്കുള്ളൂ. ഓരോരുത്തരും ധൈര്യം പോലെ ഇരിക്കും ഇതിൽ പോക്ക്. പേടിക്കാൻ പ്രത്യേകിച്ച് ഒന്നുമില്ല. നമ്മള് പേടിച്ചു. ഈ വട്ടം കറങ്ങുന്നതാണ് പേടിക്കും. ഇതങ്ങനെയല്ല, ഇത് സ്റ്റില്ലല്ല. അതിന്റെ ഭീമൻ ടവറുകളാണ് അവിടെ. നല്ല അതിന്റെ ചക്രം തിരിയുന്ന നമുക്ക് കാണാം. അപ്പൊ ഇത് നന്നായിട്ട് മെയിൻ്റെനൻസ് ഉണ്ട് കേട്ടോ. കൃത്യമായിട്ട് ആളുകൾ ടൈമിൽ നോക്കി ഉറപ്പാക്കുന്നുണ്ടാണ് നല്ല സ്മൂത്തായിട്ട് റൺ ചെയ്യാൻ പറ്റുന്നത്. ഇപ്പൊ നിർത്തി കേട്ടോ. അപ്പൊ എന്തെങ്കിലും ആൾക്കാർ കയറാനോ ഇറങ്ങാനോ എന്തെങ്കിലും തടസ്സം വന്നിട്ടുണ്ടാവും. അവിടെ നിർത്തിയിരിക്കണം. നമ്മൾ എത്താറായിട്ടോ. ഇനി രാവിലെ ഒരു 18 മിനിറ്റ് കൊണ്ട് നമ്മളെ ഡെസ്റ്റിനേഷനിലെത്തും. അപ്പോൾ നമ്മുടെ എന്താണ് റോപ്പ് വേല യാത്ര പരിസമാപ്തി കുറിക്കുകയാണ് കേട്ടോ. ഓക്കെ, നമ്മളങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവസാനത്തെ തോണിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടോ. അപ്പോൾ ഫ്രണ്ടിൽ ഇരിക്കുന്ന ആളുകൾ എങ്ങനെ ഇറങ്ങണ കാണാം. അത് കഴിഞ്ഞ് നമ്മുടെ വീഡിയോ നോക്കി നമ്മളും ഇറങ്ങാൻ ശ്രമിക്കും. ഒരാളുകൾ വന്ന് കാല് താഴ്ത്തിടാൻ പറഞ്ഞു. അത് കവറിങ് മാറ്റി കരക്കേറെ മാറ്റി. ഓക്കെ, ഇപ്പോൾ നമ്മളെ ടാർഗറ്റ് കേട്ടോ. അടുത്തുനിന്ന് കാണാം. ഓക്കെ, എങ്ങനെ ഉണ്ടെന്ന് പോയി? എങ്ങനെ പരിപാടി?
അതായാലും ഒരു എക്സ്പീരിയൻസ് ആയി. ഓക്കെ, അപ്പോൾ പുറത്തേക്കുള്ള വഴിയാട്ടോ, വേറെ വഴിക്കുള്ള പുറത്തേക്ക് ഇറങ്ങണം. അപ്പോൾ എന്നാൽ നമ്മൾ ഇതിനോട് ഇവിടെ പറയാനുണ്ടോ? ഓക്കെ, താങ്ക്സ്.